ചിത്രീകരിക്കാൻ ഞാൻ വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് പകൽക്കാലം വലിയൊരു ആത്മസാന്നിധ്യം ഇതിനകത്തുണ്ട്. അതനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് അല്പനേരം കർത്താവിന്റെ വചനം നമുക്കൊന്ന് ശാന്തമായി കേൾക്കാം. ശാന്തമായി കേട്ടതിന് ശേഷം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാധാരമായ ഒരു വാക്യം നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. മരണത്തിലുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മതി, ഒന്നുകൂടെ വായിച്ച വാക്യം. സഹോദരൻ മരണത്തിൽ നിന്നാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, ഇതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മരണത്തിനല്ലാത്ത പാപം. എന്താ? മരണത്തിനല്ലാത്ത പാപം. ശ്രദ്ധിച്ചു കേട്ടോണം. രണ്ട്, മരണത്തിനായുള്ള പാപം. ഇത് രണ്ടും ധ്യാനിക്കാൻ പോകും. ഒന്ന്, മരണത്തിനല്ലാത്ത പാപം. രണ്ട്, മരണത്തിനായുള്ള പാപം. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കുറച്ചു നേരം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനം നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നമുക്കറിയാം, AD 1-ാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്തിലേക്ക് വരുമ്പോൾ എഫെസോസിൽ വെച്ചാണ് യോഹന്നാൻ ഈ കത്ത് എഴുതുന്നത്. ആ സമയത്ത് സഭയിൽ രണ്ടുവിധ വ്യാജ ഉപദേശങ്ങൾ പരന്ന സമയമാണ്. രണ്ടുവിധ വ്യാജ ഉപദേശം. അതിലൊന്ന് ജ്ഞാനവാദം, രണ്ട് ദൃശ്യവാദം. ഈ രണ്ട് കാര്യങ്ങൾ സഭയ്ക്കകത്ത് ശക്തമായി പ്രചരിച്ചു. ഇതിന്റെ പരിണിത ഫലമായിട്ട് സഭയ്ക്കകത്ത് ജനത്തിന്റെ ഇടയ്ക്ക് ഭിന്നത വന്നു. എന്തോ വന്നു? ഭിന്നത വന്നു. വിശ്വാസികൾ വഴിതെറ്റുകയും സഭയ്ക്കകത്ത് നിന്ന് ജനം പുറത്തു പോകുകയും ചെയ്തു. സ്തോത്രം. ഈ സാഹചര്യത്തിലാണ് യോഹന്നാൻ ഇത് രേഖപ്പെടുത്തുന്നത്. അതിലടങ്ങിയ ഒരു വാക്യമാണ് നമ്മൾ വായിച്ച വാക്യം. സ്തോത്രം. ഇങ്ങനെ വ്യാജ ഉപദേശം നിൽക്കുക. അപ്പൊ ജ്ഞാനവാദം എന്ന് പറഞ്ഞാൽ അവരുടെ തത്വം എന്താന്ന് ചോദിച്ചാൽ, അവര് പറയുന്നത് ഈ ദൃശ്യമാകുന്ന ലോകം, ഈ ലോകവും മനുഷ്യ ശരീരവും തിന്മയാണ്. എന്താണ്? തിന്മയാണ്. സോദരം, ആത്മീയമായത് മാത്രമേ നന്മയുള്ളൂ. നിങ്ങൾക്കൊരു സന്തോഷമല്ലേ? അടുത്ത് കേൾക്കുമ്പോ അത് പോകും.
കാരണം അവരുടെ വാദം അതാണ്. അപ്പൊ ഈ കാണുന്ന ഭൂമി, മനുഷ്യ ശരീരം എന്താണ്? തിന്മ. ആത്മീയമായതാണ് നന്മ. അതുകൊണ്ട് ഈ ഭൂമിയെയും ഈ മനുഷ്യ ശരീരത്തെയും ഒരിക്കലും നല്ല ദൈവം സൃഷ്ടിക്കില്ല. മനസ്സിലായോ? ഒരു നല്ല ദൈവം എന്ത് ചെയ്യത്തില്ല? ഇത് സൃഷ്ടിക്കത്തില്ല. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയെ അവര് തെറ്റിദ്ധരിപ്പിക്കുക ഈ വാദത്തിലൂടെ. അപ്പൊ നല്ലവനായ ദൈവം ഒരിക്കലും തിന്മയായ ഈ ഭൂമിയെയും മനുഷ്യ ശരീരത്തെ എന്ത് ചെയ്യത്തില്ല? സൃഷ്ടിക്കത്തില്ല. പിന്നെ അവര് പറയുന്നത് ഡെമിയർജ് എന്ന് പറയുന്ന ഒരു ക്രൂരനായ ദൈവമുണ്ട്. ആ ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. കേൾക്കുന്നുണ്ടോ? എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. സ്തോത്രം. ഇതാണ് ജ്ഞാനവാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവര് പറയാം, അപ്പൊ ഈ ശരീരം തിന്മയായതുകൊണ്ട് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഒരിക്കലും ശരീരത്തിൽ ജഡാവതാരം എടുക്കത്തില്ല. ഇത് സഭയ്ക്കകത്ത് ഇവര് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ജനത്തിന്റെ ഇടയ്ക്ക് എന്തായി? ഡൗട്ടായി, സംശയമായി. സ്തോത്രം. തമ്മിൽ എന്ത് ചെയ്തു? വാദിക്കാൻ തുടങ്ങി. ഇതിനെയാണ് ജ്ഞാനവാദം എന്ന് പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണേ. രണ്ടാമത്തതാണ് ദൃശ്യവാദം എന്ന് പറഞ്ഞാൽ അവരാ വാദം ഉന്നയിച്ചവരെന്താ പറഞ്ഞറിയാവോ? യേശു ക്രിസ്തു നമ്മളെ പോലെ രക്തവും മാംസവും ഉള്ള ഒരു ശരീരം ഇല്ലായിരുന്നു. രക്തവും മാംസമുള്ള ഒരു ശരീരം ഇല്ലായിരുന്നു. പിന്നെയോ മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുക. ഇവരെന്നാ പറഞ്ഞ? മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുക ചെയ്തേ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ജഡാവതാരം എടുത്തു എന്ന് പറയുന്നത് ഒരു മായയാണ്. പിള്ളേർക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് ഞാൻ പറയാം, ഒരു പ്രേതമാണ്. മനസ്സിലായോ? മനസ്സിലായോ? ആ രീതിയിലുള്ള ഒരു വാദമാണ് ദൃശ്യവാദം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം യേശു നമ്മളെ പോലെ ജഡവും മാംസവും രക്തവും ഉള്ള ഒരു ശരീരം ഒന്നും എടുത്തിട്ടില്ല, നമ്മളെ തോന്നിപ്പിച്ചതാണ് എന്നാണ് ഈ വാദമുള്ളവർ എന്ത് ചെയ്യുന്നത്? സഭയ്ക്കകത്തേക്ക് എടുത്തിട്ടത്. അങ്ങനെ വരുമ്പോ സംഭവിക്കുന്ന എന്തെന്നറിയാമോ? യേശു ഒരുക്കിയ രക്ഷ ചോദ്യം ചെയ്യപ്പെടും. യേശുവിന്റെ പുനരുത്ഥാനം ചോദ്യം ചെയ്യപ്പെടും. യേശു ചെയ്ത അത്ഭുതങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. എന്തിന്? വീണ്ടെടുപ്പ് വരെ ചോദ്യം ചെയ്യും. അപ്പൊ ആ നിലയിലേക്ക് എന്ത് ചെയ്യും? ഇവര് ദൃശ്യവാദ തത്വം സഭയ്ക്കകത്ത് വെളിപ്പെടുത്തി. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിനെ പൊളിക്കാൻ 3 വാക്യം യോഹന്നാൻ ആത്മാവിൽ എഴുതി. അതിലൊന്നാണ് നമ്മൾ വായിച്ച വാക്യം. ആദ്യത്തെ 2 വാക്യം ഞാനൊന്ന് പറയാം. 1-ന്റെ 1-ഉം 2-ഉം ഒന്ന് വായിച്ചേ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും. കേട്ടോ, ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടത്. അടുത്ത് കേട്ടോണേ. ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. ഞങ്ങൾ നോക്കിയതും
ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ജീവന്റെ വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെയാ പറയുന്നത്. ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും എന്ത് ചെയ്തു? സാക്ഷീകരിക്കുകയും. മതി. അപ്പൊ ജീവന്റെ വചനമായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഞങ്ങൾ കേട്ടവരാണ്, ഞങ്ങൾ കണ്ടവരാണ്, ഞങ്ങൾ തൊട്ടവരാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ അതൊരു മായയല്ല, അതൊരു തോന്നലല്ല, അതൊരു പ്രേതമല്ല. ശിഷ്യന്മാർക്ക് ഇതുപോലെ ഇടയ്ക്കാൻ തോന്നിയതാ. ഈ കടലിൽ കൂടെ നടന്നു വരുമ്പോഴേ ആണ്ടാ ഭൂതം വരുന്നത്. എന്നെ ഭൂതം വരുന്നതാണ്. സ്തോത്രം. ഇത് ഭൂതവുമല്ല, പ്രേതവുമല്ല, മായയല്ല, തോന്നലുമല്ല. ചിലര് പറയുന്ന പെന്തക്കോസ്തുകാർക്ക് എല്ലാം തോന്നലാണ്. തോന്നലൊന്നുമല്ല. യോഹന്നാൻ പറയാ, ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതുമായ ദൈവം. അവർക്കാ ഇത് എഴുതിയത്. ഇനി 4:2 വായിച്ചേ. ഈ തെളിവൊന്ന് അറിഞ്ഞിരിക്കാൻ പറ്റില്ല. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ജഡാവതാരം എടുത്തു എന്ന് വിശ്വസിക്കുന്നവന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവാണ് ദൈവാത്മാവ്. അതും പറഞ്ഞു. 3-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. അത് ഞാൻ വിശദീകരിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. 2 വിധ പാപങ്ങൾ, അതാണല്ലോ നമ്മുടെ വിഷയം. ഒന്ന്, മരണത്തിനല്ലാത്ത പാപം. 2, മരണത്തിനുള്ള പാപം, അല്ലേ മരണത്തിലേക്ക് എത്തിക്കുന്ന പാപം. ശ്രദ്ധിച്ചു കേൾക്കണേ. അവസാനം മാത്രമേ ദൈവം തന്ന ദൂത് ഞാൻ പറയത്തുള്ളൂ. അതുവരെ ഈ വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്താ മരണത്തിനല്ലാത്ത പാപം? മരണത്തിനല്ലാത്ത പാപം. എന്നെ ശ്രദ്ധിച്ചിരിക്കണേ എല്ലാവരും. എഴുതുന്നവർ എഴുതിക്കോ, അല്ലാത്തവർ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. എന്താ മരണത്തിനല്ലാത്ത പാപം? അതായത് മനഃപൂർവം അല്ലാത്ത ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അറിയാതെ വന്നു പോകുന്ന തെറ്റാണ് മരണത്തിനല്ലാത്ത പാപം. മനസ്സിലായില്ല? മനഃപൂർവമല്ലാതെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചു പോകുന്ന തെറ്റ്. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയാം. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറയാം. കാരണം ദൈവം തന്ന ദൂതായതുകൊണ്ട് അത് പറഞ്ഞില്ലേ ശരിയാകത്തില്ല. കൃപയാൽ മാനസാന്തരപ്പെട്ടിട്ട് മടങ്ങിപ്പോകാവുള്ളൂ. ഇപ്പോ 2 പേര് തമ്മിൽ സംസാരിക്കുക. ഞാനും സനൂപും തമ്മിൽ സംസാരിക്കുക. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ സനൂപിനെ ദൈവഹിതമില്ലാത്ത വാക്ക് പറഞ്ഞു.
കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ സേവിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന ഞാൻ പറയാൻ പാടില്ലാത്ത വാക്ക് അത് പറയണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതല്ല, ആ സാഹചര്യത്തിൽ സംഭവിച്ചു. മരണത്തിനല്ലാത്ത പാപത്തെ കുറിച്ച് ഞാൻ പറയുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു വന്നപ്പോൾ ആ ദേഷ്യം കയറി അറിയാതെ എന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് വീണുപോയി. എന്നാൽ ഒരു അച്ഛൻ പറഞ്ഞ പോലെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നം. അപ്പൊ വേറൊരു അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം അവൻ എന്നോട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഭയങ്കര വിഷയം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ അച്ഛൻ ആവേശം കയറി പറയാ, യേശുവിന്റെ നാമത്തിൽ ഒറ്റ അടി വെച്ചു. അയ്യോ, കേട്ടില്ലേ? ഇവര് തമ്മിൽ ഈ പ്രശ്നം ഉണ്ടായ കാര്യം വേറെ അച്ഛനോട് പറയുക. അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ ആവേശം കയറിയിട്ട് അച്ഛൻ പറ, യേശുവിന്റെ നാമത്തിൽ ഒറ്റ അടി. നീ പറഞ്ഞതാ, പറയണോന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, പക്ഷെ അറിയാതെ എന്ത് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പിന്നെ ഇവിടെ ഇരിക്കുന്നവരാരും പറയാത്തവരായോണ്ട് പിന്നെ വലിയ തലേ കൈവച്ച് ഞാൻ പറയുന്നില്ലെന്നേ. കേൾക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഭാര്യ ഭർത്താവാകട്ടെ, അപ്പനും അമ്മയുമാകട്ടെ, മക്കളാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സഹോദരങ്ങളാകട്ടെ, എവിടെയുമായിക്കൊള്ളട്ടെ, സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ അധരത്തിൽ നിന്ന് വീണ് പോയ വാക്കുകളുണ്ട്. ഞാൻ നിങ്ങളെ വ്യക്തമാക്കി തരാം. അന്ന് ഇച്ചിരി പാടായി ഇത് അകത്തോട്ട് കയറാൻ. സ്തോത്രം. പക്ഷെ ഇത് ഏറ്റെടുക്കേണ്ട പോലെ ഏറ്റെടുത്താൽ അവസാനം ഒരു ദൂതിനകത്ത് കിടക്കും. അത് വിടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം, ജഡത്തിന്റെ ഫലങ്ങളാണ് എന്ത്? അസൂയ ജഡത്തിന്റെ ഫലമാണ്. അസൂയയുണ്ട്, ഭിന്നതയുണ്ട്, വിദ്വേഷമുണ്ട്, അല്ലേ? ഓട്ടെ. ഈ ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കെന്തോ വരും? ചെറിയൊരു അസൂയ. നമുക്കറിയാം അതെന്താണ്? ജഡത്തിന്റെ പ്രവൃത്തിയിൽപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അസൂയ ഇല്ലാത്തവർക്കായി സ്തോത്രം ചെയ്യും. ചില സാഹചര്യങ്ങളിൽ കയറി വരും. ഈ ചില വ്യക്തികളെ ഈ അയൽപക്കത്തെ വീട്ടിൽ എന്താ മേടിക്കുന്നതെന്നാ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാലും ഒരു ആന്റി പറഞ്ഞ പോലെ അവരുടെ വീട്ടിൽ കറണ്ട് പോയപ്പോളെ അവരുടെ വീട്ടിൽ കറണ്ട് പോയി. ഉടനെ മോനോട് പറയാ, മോനെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ മോൻ പോയി നോക്കിട്ട് പറഞ്ഞു, ഇല്ലമ്മ അപ്പുറത്തെ വീട്ടിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മയ്ക്ക് സമാധാനമാണ്. ഗോത്രം അതേതോ ഇതാണ്. ഇതൊക്കെ ആ സാഹചര്യത്തിൽ തോന്നിപ്പോകുന്ന തെറ്റുകൾ. മനസ്സിലാവുന്നുണ്ടെന്നെങ്കിൽ ഞാൻ പറയുന്നേ, മരണത്തിനല്ലാത്ത പാവമാണ് പറഞ്ഞു വരുന്നത്. ചിലർ ഈ പ്രലോഭനം കൊണ്ടോ ഭയം കൊണ്ടോ തെറ്റ് വരാറുണ്ട്. ചിലപ്പോ എന്തെങ്കിലും പ്രലോഭനം കൊണ്ടായിരിക്കും വരുന്നത്. എന്തെങ്കിലും തരാം, അല്ലേ? എന്തെങ്കിലും കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചെത്തിയാം.
ഒരു ദൈവ പൈതലിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കാത്ത ചില തെറ്റുകൾ വരാം. ചിലർക്ക് ഭയം ഉണ്ടായിട്ട് പേടിച്ചിട്ട് ആ തെറ്റിലേക്ക് അവർ പോകാം. കേൾക്കുന്നുണ്ടോ? തെറ്റിലേക്ക് പോകാം. എല്ലാം കൂടെ ഉദാഹരണം പറഞ്ഞെനിക്ക് സമയമില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. പിണക്കം, ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാ. സത്യത്തിൽ പിണങ്ങണമെന്ന് ആഗ്രഹിച്ചാണോ? അല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ പിണങ്ങിപ്പോകുന്നു, അകൽച്ച സംഭവിക്കുന്നു. സ്തോത്രം. പിണങ്ങിയിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ ചില സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നു. സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയാം. ഒരു വീട്ടിൽ അപ്പനെ സ്നേഹിക്കുന്ന ഒരു മകൻ, ആ മകൻ ചില സാഹചര്യത്തിൽ അപ്പനെ അനുസരിക്കുന്നില്ല, അനുസരണക്കേട് കാണിച്ചു, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ തറുതല പറഞ്ഞു. ഇരിക്കട്ടെ, അതവൻ മനഃപൂർവം ചെയ്തതല്ല. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? സംഭവിച്ചു. പക്ഷേ അതുകൊണ്ട് അവൻ ആ വീട്ടിലെ അംഗമല്ലാതാകുന്നില്ല. അവനെ ആ അപ്പൻ പുറത്താക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പുറത്താക്കുന്നില്ല. ഈ പൈതലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റമുണ്ട്. അതാണ് മരണത്തിനല്ലാത്ത പാപത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ്. സാഹചര്യം കൊണ്ട് അപ്പനോട് അനുസരണക്കേട് കാണിച്ചു, ദേഷ്യപ്പെട്ടു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം വരും. സ്തോത്രം. ഇവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം വരും. ഇവൻ കരഞ്ഞോണ്ട് അപ്പന്റെ അടുത്ത് എന്നിട്ട് പറയും, അപ്പ ഞാൻ പറഞ്ഞു, അറിയാതെ പറഞ്ഞതാ, എന്നോട് ക്ഷമിക്കണം. സ്തോത്രം. ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ പറയണമെന്ന് വിചാരിച്ചതല്ല, ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയെന്ന് മനസ്സിലാക്കി അവൻ അവന്റെ തെറ്റിനെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം, സ്തോത്രം. അതാ 1:9 യോഹന്നാൻ പറയുന്നത്. 1:9 യോഹന്നാൻ എന്താ പറയുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. മതി. രാമേന്ദ്രൻ പറയും, എന്താ മരണത്തിനല്ലാത്ത പാപം? എന്താ മരണത്തിനല്ലാത്ത പാപം? സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ച, അത് വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, ചിന്തകളാകട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അതിനെ മൂടി വെക്കുകയല്ല. എനിക്ക് സംഭവിച്ചു പോയി കർത്താവേ, ഞാൻ പറഞ്ഞു പോയി കർത്താവേ, ഞാൻ ചെയ്തു പോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഹൃദയത്തെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് ഏൽപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരുമ്പോഴാണ് പാപം മരണത്തിനല്ലാതെ മാറുന്നത്. തിരിച്ചറിയണം.
തിരിച്ചറിയണം, ഇത് നിന്നോടുള്ള ദൂത. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നമ്മള് മനുഷ്യരാ, നമ്മള് ജഡത്തിലാ ജീവിക്കുന്നേ. ബലഹീനതയുണ്ട്. ഞാനിത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ദൂതല്ല. വന്നു പോയത് ഇന്നു പകൽ ഏറ്റു പറയാൻ പറയുന്ന ദൂത. എന്നാലേ അടുത്ത പ്രാപിക്കാൻ പറ്റും. മനസ്സിലായോ? മരണത്തിനല്ലാത്ത പാപം മനസ്സിലായോ? ജീവിതത്തിൽ മനഃപൂർവമല്ലാതെ സാഹചര്യങ്ങളാൽ സംഭവിച്ചു പോകുന്ന ആ തെറ്റിനെ ഞാൻ ചെയ്തു പോയപ്പ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ആരുപേക്ഷിക്കുന്നോ ആ പാപം മരണത്തിലെത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ഉദാഹരണം പറയാം. പത്രോസ് യേശുക്രിസ്തുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അറിയത്തില്ലേ? നാഥ, നിന്നോടൊപ്പം ഞാനും മരിക്കും. ഇത് പറഞ്ഞതൊരു മുഖസ്തുതിക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഞാൻ പലരും അങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഇതൊരു മുഖസ്തുതിക്ക് അവൻ പറഞ്ഞതല്ല, അവൻ ആത്മാർത്ഥതയോടെ പറഞ്ഞത്. ആത്മാർത്ഥതയോടെ പറഞ്ഞതാ. അപ്പാ, കർത്താവേ, ഗുരു, നിനക്ക് വേണ്ടി ഞാൻ മരിക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞ ഈ മനുഷ്യനെ സാഹചര്യങ്ങൾ കൊണ്ട് നിർത്തിയതെല്ലാം ഗുരുവിനെ തള്ളിപ്പറയുന്ന അനുഭവത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 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 വളരെ ശ്രദ്ധിച്ചിരുന്നാലേ ഇത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. യേശുവിനോടൊപ്പം മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ യേശുവിനെ തള്ളിപ്പറയാനുള്ള കാര്യം അവനെ കൊണ്ട് നിർത്തിയതെല്ലാം ആ സാഹചര്യത്തിലാണ്. അവൻ നിന്നതെല്ലാം ആ സാഹചര്യത്തിലാണ്. ആ സാഹചര്യം കൊണ്ടാണ് അവൻ യേശുവിനെ തള്ളിയത്. മനസ്സിലാവുന്നുണ്ടോ? യേശുവിൻ നാമത്തിൽ. രണ്ട്, അന്ന് പരിശുദ്ധാത്മാവ് വന്നിട്ടുമില്ല തന്റെ മേൽ. അത് അവിടെ നിൽക്കട്ടെ. സാഹചര്യം കൊണ്ട് എന്ത് ചെയ്തു? അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പത്രോസിന് പറയേണ്ടി വന്നു. അതല്ല കാര്യം, അതല്ല കാര്യം. മരണത്തിനല്ലാത്ത പാപമായി അത് മാറിയതിന്റെ കാര്യം, മരണത്തിനുള്ള പാപമായി അത് മാറാത്തതിന്റെ കാര്യം. അത് പറഞ്ഞതിന് ശേഷം തെറ്റു മനസ്സിലാക്കി അവൻ അനുതപിച്ചു കരഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അവന്റെ വായിൽ നിന്ന് വീണുപോയ ആ വാക്ക് പാപമായിരുന്നു, ആ വാക്ക് തെറ്റായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെങ്കിൽ അത് മരണത്തിനുള്ള പാപത്തിലേക്ക് എത്തിക്കാതെ മരണത്തിനല്ലാത്ത പാപത്തിലേക്ക് മാറിയതിന്റെ കാര്യം, അത് പറഞ്ഞു പോയ അവന് കുറ്റബോധം വന്നപ്പോൾ, അവന് ബോധ്യം വന്നപ്പോൾ അവൻ ന്യായീകരിക്കുകയല്ല ചെയ്തത്. അവൻ മാറിപ്പോയിരുന്നത് നാളോ ഇതാ മരണത്തിനല്ലാത്ത പാപം. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഞാൻ അടുത്ത ഭാഗം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ചെന്ന് അവസാനിക്കുന്ന എവിടെ. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, മരണത്തിനല്ലാത്ത പാപത്തെ മരണത്തിനായുള്ള പാപത്തിലേക്ക് നീ കൊണ്ടുപോകരുത്. നീ കൊണ്ടുപോകരുത്. മരണത്തിനല്ലാത്ത പാപത്തെ മരണത്തിനായുള്ള പാപത്തിലേക്ക് നീ കൊണ്ടുപോകരുത്.
ഇന്ന് പകൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ കൊണ്ടോ എവിടെങ്കിലും നിന്റെ വായിൽ നിന്ന് വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ നോട്ടങ്ങളോ എവിടെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ആത്മാവിടപെടുന്നു, അനുഗമിച്ചു കരയുക. പണ്ടൊക്കെ ഇന്നുകൊണ്ട് വചനം കേൾക്കുമ്പോ ജനത്തിന്റെ കണ്ണ് നിറയും. ഇന്ന് നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റിയാലും സ്വോത്രം ചെയ്യുക. പറയാൻ പറ്റുമോ? കർത്താവെ, ആ സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞുപോയി. കർത്താവെ, ആ അവസ്ഥ കൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി. കർത്താവ്, ഇന്ന അനുഭവം കൊണ്ട് എനിക്ക് തോന്നിപ്പോയി. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എനിക്കത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, ഞാൻ പറയാൻ പാടില്ലാത്തതായിരുന്നു, ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്തതായിരുന്നു, ഞാൻ പ്രവർത്തിക്കാൻ പാടില്ലാത്തതായിരുന്നു. മരണത്തിനുള്ള പാപത്തിലേക്ക് അതെത്താതെ വണ്ണം ഞാൻ അനുഭവിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യങ്ങൾ കൊണ്ട് വന്നുപോയ പാപത്തിന്റെ അനുഭവത്തിനു വേണ്ടി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി യോഹന്നാൻ എഴുതി, നിങ്ങൾ അവർക്ക് വേണ്ടി അപേക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? സാഹചര്യങ്ങൾ കൊണ്ട് വീണുപോയ ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ, അല്ലേ, വീഴാത്തവര് പ്രാർത്ഥിക്കണം. വ്യാജ ഉപദേശം കേട്ടിട്ട് മാറിപ്പോയവർക്ക് വേണ്ടി, അല്ലേലിയ, യഥാർത്ഥ ഉപദേശത്തിൽ നിൽക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയമല്ല മാറുന്നത്, അവരുടെ ഹൃദയത്തെ ദൈവത്തോട്, അവരുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കും. അവരുടെ ഹൃദയത്തോട് ദൈവം ഇടപെടും. അവർക്ക് വേണ്ടി അതാ പറയുന്നത്. അതാ ഒന്നാമത് വായിച്ച ഭാഗം. മരണത്തിനല്ലാത്ത പാപത്തിൽ വീണവർക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിപ്പീൻ. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇന്നു മകൾ ദൈവാത്മാവനോട് ഇടപെടുന്നു. ചെവി തുറന്നു കേട്ടോണം. ആരെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട്? സാഹചര്യങ്ങൾ കൊണ്ട്, മനഃപൂർവമല്ലാതെ ആരെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ, വീഴാത്ത നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളത്തോട് ഇടപെടും. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തോട് ഇടപെടും. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മനസ്സിനോട് ഇടപെടും. എത്ര പേർക്ക് വെളിപ്പാട് കിട്ടി? എത്ര പേർക്ക് ഈ വചനത്തിന്റെ വെളിപ്പാട് അകത്ത് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? നീ പറഞ്ഞിട്ട് മാറാത്തത്, നീ പറഞ്ഞിട്ട് മാറാത്തത്, നീ രഹസ്യത്തിൽ പറയുക. ദൈവം ചിലതിന്റെ ഉള്ളത്തോട് അനുഭവിക്കും. എത്ര പേര് ഏറ്റെടുക്കും? എത്ര പേര് ഏറ്റെടുക്കും? എത്ര പേര് ഏറ്റെടുക്കും? എത്ര പേര് ഏറ്റെടുക്കും? യോഹന്നാൻ പറയുന്നത് ഇങ്ങനെ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കരുത്. കേൾക്കുന്നുണ്ടോ? മനഃപൂർവമല്ലാതെ സാഹചര്യങ്ങളാൽ പാപത്തിലാക്കപ്പെട്ടു പോയ ആ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ പരസ്യമായി പ്രാർത്ഥിക്കരുത്. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? രഹസ്യത്തിൽ നീ മുട്ടുമടക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നീ ദൈവത്തോട് കേൾപ്പിച്ചാൽ ദൈവത്തിന്റെ ഹൃദയമല്ല മാറുന്നത്,
അവന്റെ ഹൃദയം മാറും, അവളുടെ ഹൃദയം മാറും. ദൈവാത്മാവ് ഇടപെടും, ദൈവാത്മാവ് സംസാരിക്കും, ദൈവാത്മാവ് ചില ഹൃദയങ്ങളെ തിരിച്ചു വരുത്തും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവൻ ചുറ്റി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവൻ ചുറ്റി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവൻ ചുറ്റി. മനസ്സിലായോ? മരണത്തിനല്ലാത്ത പാപത്തിലുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞതിന്റെ വ്യാഖ്യാനം ഇതാ. ഞാൻ ഇന്ന് പകലൊരു ദൂത് പറയാം. ചാരത്തിരുന്ന് കേൾക്കുന്നവരും ദൂരത്തിരുന്നവര് കേൾക്കുന്നവരും എന്നോടാണ്. ഞാൻ പേരൊന്നും പറയത്തില്ല, എന്നോടാണെന്ന് ഉറപ്പുണ്ട്, പ്രാർത്ഥിച്ചോണം. മനഃപൂർവമല്ലാതെ സാഹചര്യങ്ങളാൽ ചില പാപത്തിൽ അധീനപ്പെട്ടു പോയ ചിലതിനു വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കാൻ നീ ഏറ്റെടുത്താൽ ചിലത് മനം തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിക്കുന്നു. ചിലത് മനം തിരിഞ്ഞു വരുന്ന കാഴ്ച, ചിലത് അനുഭവിക്കുന്ന കാഴ്ച, ചിലത് കരയുന്ന കാഴ്ച, ചിലത് മുട്ടുമടക്കുന്ന കാഴ്ച, ചിലത് എന്ന് കരയുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നീ പറഞ്ഞിട്ട് ശരിയാക്കാത്തത്, നീ പറഞ്ഞു കൊടുത്തിട്ട് ശരിയാകാത്തത്, പലതും കേട്ടിട്ടും ശരിയാകാത്തത്, ഇന്നും നീ രഹസ്യമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് ചിലതിന്റെ ഹൃദയത്തെ ദൈവാത്മാവ് കൊടുത്ത നാളുകളെ, അനുഭവിക്കുന്ന നാളുകളെ, കരയുന്ന നാളുകളെ, മുട്ടുമടക്കുന്ന നാളുകളെ അതിനിതൂടെ കാണിക്കുന്നു. അതാരുമായിക്കൊള്ളട്ടെ, അതാരുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ ഏറ്റെടുത്തോണം കേട്ടോ. പ്രാർത്ഥിച്ചു തുടങ്ങണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം എന്താ വായിക്കുന്നേ? ദൈവാത്മാവിനോട് ഇടപെടുന്നത് കൊണ്ടെന്ന് വായിച്ചേ. ഗലാത്യ 6:1. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതാണ് മരണത്തിനല്ലാത്ത പാപം. മനസ്സിലായോ? എന്ന് വെച്ചാൽ അവൻ അകപ്പെട്ടു പോയതാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അർത്ഥം എല്ലാ പാപത്തെ കേറി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കരുത്. അത് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. എല്ലാം കേറി എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. പൗലോസ് പറയാ, അകപ്പെട്ടു പോയ ഇതാണ് മരണത്തിനല്ലാത്ത പാപം. അകപ്പെടണം എന്ന് വിചാരിച്ചു പോയതല്ല, അകപ്പെട്ടു പോയതാണ്. സാഹചര്യങ്ങൾ കൊണ്ട് മനഃപൂർവമല്ലാതെ അകപ്പെട്ടു പോയ ആ വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചോ. ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ സ്ഥാനപ്പെടുത്തണം. ആരെയാ? അകപ്പെട്ടു പോയവനെ. ഓ കൃപ. ഞാനൊരു വെളിപ്പാട് പറയാം. ദൈവം ഇടപെടുന്ന ഒരു വെളിപ്പാട് പറയാം. അകപ്പെട്ട് പോകാൻ ഒരു വഴിയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, അവനെ പുറത്തു കൊണ്ടുവരാൻ ഒരു വഴി കാണും. എത്ര പേർക്ക് മനസ്സിലായി? എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുക. അകപ്പെട്ടു പോയ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ആത്മീയരായ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നു.
നിന്റെ ഭവനത്തിൽ ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ സഭയ്ക്കകത്ത് ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ആത്മീയരായ നിങ്ങൾ അവർക്ക് വേണ്ടി രഹസ്യമായി പഠിച്ച് അവർ യഥാസ്ഥാനപ്പെടും. മനസ്സിലായി? ഇനി അങ്ങനെ പ്രാർത്ഥിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. അടുത്ത വാക്യം. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, അകപ്പെട്ടവർക്ക് വേണ്ടി ആത്മീയതായ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകപ്പെടാതെ സൂക്ഷിച്ചോളാം. കേൾക്കുന്നുണ്ടോ? അകപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അകപ്പെട്ടു പോകരുത്. ഇത് കഥയല്ല, വെളിപ്പാടിൽ നിന്ന് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചേറ്റെടുക്കണം. അകപ്പെട്ട് പോയതിനു വേണ്ടി ആര് മുഴങ്കാല് മടക്കുന്നോ ആ വ്യക്തിയെ അകപ്പെടുത്താൻ പിശാച് ശ്രമിക്കും. നീ പോകരുത് കുഞ്ഞേ, നീ ആ മേഖലയെ സൂക്ഷിക്കാൻ ദൈവം ഇടപെടുക. ഞാൻ ഉദാഹരണം പറയാം. ചില സഹോദരിമാർ ചില തകർച്ചകളുടെ നടുവിൽ അഭിഷക്തന്മാരുടെ അടുത്ത് വരും. നടന്ന ഒത്തിരി സംഭവമുണ്ട്. അവര് വന്ന് അവരുടെ തകർച്ച മുഴുവൻ തുറന്നു പറഞ്ഞു. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അഭിഷക്തനെ അവരെന്ത് അകപ്പെട്ട് കിടക്കുക. സ്വതന്ത്രം. എന്നാൽ ആ സാഹചര്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന സഹോദരിമാരെ തെറ്റായ നിലയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വാർത്തകൾ എത്രയോ നമ്മൾ കേട്ടിരിക്കുന്നു. അവരവരുടെ ഉള്ളു തുറന്നു. അപ്പൊ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഓർത്തോണം, ഇത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈ പരീക്ഷയിൽ നമ്മളെ അകപ്പെടുത്താൻ പിശാച് ശ്രമിക്കും. ചിലപ്പോ ആ പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തി ആ സഹോദരിയിലായിരിക്കും ചിലപ്പോ പിശാച് പ്രവർത്തിക്കാൻ തോന്നിപ്പിക്കുന്നത്. ആ സഹോദരി എന്ത് ചെയ്യുക? അവരുടെ വിഷമമെന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ കൃപയിൽ നിന്നോണം. പ്രാർത്ഥിക്കുന്ന സഹോദരി കൃപയിൽ നിന്നോണം. സ്തോത്രം. എനിക്ക് അറിയാവുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. പല പ്രിയപ്പെട്ടവരും മനസ്സു തുറന്ന് പറഞ്ഞ കാര്യങ്ങളെ മിസ്യൂസ് ചെയ്ത എത്രയോ പേരെ എനിക്കറിയാം. സ്തോത്രം. എത്രയോ പേരെ എനിക്കറിയാം. പൗലോസ് എടുത്തു പറയുന്നു, അകപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകപ്പെടാതെ സൂക്ഷിക്കണം. ഈ ഉപദേശം ഏറ്റെടുത്തോണം. അകപ്പെട്ടവർക്ക് വേണ്ടി രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. രഹസ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താ? 10 പേരെ വിളിച്ചിരുത്തിയുള്ള പ്രാർത്ഥനയാണോ? അല്ല, ഒറ്റയ്ക്ക്. ഞാൻ എല്ലാവരോടും പറയാം, എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ദൈവാത്മാവ് നിയോഗിച്ച പറഞ്ഞോണം. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. നീ പറഞ്ഞാൽ ചിലപ്പോ ആ പറഞ്ഞത് തന്നെ നിനക്ക് നാളെ പാരയാകും, നിനക്ക് നാളെ ബുദ്ധിമുട്ടാകും. എല്ലാ കാര്യവും എല്ലാവരോടും എന്ത് ചെയ്യരുത്? പറയരുത്. പറയാൻ ദൈവം നിയോഗിക്കുന്നതേ പറയാവുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മടങ്ങി വരാം. അപ്പോ മരണത്തിനല്ലാത്ത പാപം എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായോ?
പത്രോസ് സാഹചര്യം കൊണ്ട് തള്ളി, പക്ഷേ അവൻ അനുദപിച്ച് കരഞ്ഞു. ഇനി രണ്ടാമത്തെ പാപം, മരണത്തിനായുള്ള പാപം. എന്താ അത്? മരണത്തിനായുള്ള പാപം എന്ന് പറഞ്ഞാൽ മനഃപൂർവം ചെയ്യുന്നു. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞു, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ്, ദൈവവചനത്തിന്റെ പത്യോപദേശങ്ങൾ തിരിച്ചറിഞ്ഞ്, അതെല്ലാം ജീവിതത്തിൽ പാഠവമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും എതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് മരണത്തിനുള്ള പാപം. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണങ്ങൾ: പിണക്കം, പക, അസൂയ, ഇതൊക്കെ ചെറുതാ. സ്തോത്രം. ഈ പാപങ്ങൾ അനുദപിച്ച് ഏറ്റുപറയണം. അനുദപിച്ച് ഏറ്റുപറയണം. ഇടവുണ്ടെങ്കിൽ നികത്തണം, കുറവുണ്ടെങ്കിൽ ഏറ്റുപറയണം. ഇത് മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ ഇത് നിന്നെ എത്തിക്കുന്നത് മരണത്തിലേക്കായിരിക്കും. സ്തോത്രം. ഞാൻ ഈ വചനം പഠിച്ചപ്പോ എന്റെ ഉള്ളിൽ ഒരു ഭയം കയറി വന്നു. എന്റെ ഉള്ളിൽ ഒരു ഭയം കയറി വന്നു. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് അശുദ്ധിയാണ്, ഇത് പാപമാണ്, ഇത് തെറ്റാണെന്ന് അറിഞ്ഞ് പറയുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? ദൈവാത്മാവ് പറയുന്നു, മടങ്ങി അനുദപിച്ചില്ലെങ്കിൽ അതിൽ തന്നെ തുടർന്നാൽ അത് അവസാനിക്കുന്നത് മരണത്തിലായിരിക്കും. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആ മരണം ഏതൊക്കെയാന്ന് ഞാൻ പറയാം. ഞാൻ ശ്രദ്ധിച്ച് കേട്ടോണം. മുമ്പേ എടുത്ത ഉദാഹരണം തന്നെ പറയാം. ആ കുട്ടി അപ്പനോട് പറയാ, ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല, എനിക്ക് ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് അവൻ പറഞ്ഞ് സ്വയം ഇറങ്ങിപ്പോയാൽ അതിന് ഉത്തരവാദി അപ്പനല്ല. അവൻ ഏറ്റുപറഞ്ഞ് അനുദപിച്ചു വന്നപ്പോൾ ആ വിഷയം തീർന്നവിടെ. പക്ഷെ അവൻ പറയാ, എനിക്ക് ഈ കുടുംബത്തിന് ബന്ധമില്ല, എനിക്ക് ഈ അപ്പനെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ കുടുംബവുമായിട്ടുള്ള ബന്ധം അവൻ തന്നെയാണ് ഉപേക്ഷിച്ചത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു രോഗി വന്നു. ആ രോഗി മരണകരമായ ചില വിഷയവുമായിട്ടാ വരുന്നേ. ഡോക്ടർ പറയാ, ഈ മെഡിസിൻ കഴിച്ച മാറ്റം ഉണ്ടാകും. ഉടനെ ആ രോഗി പറയാ, എനിക്ക് ഈ മെഡിസിൻ വേണ്ട, എനിക്ക് ഈ മെഡിസിനിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് അവൻ അതിനെ വലിച്ചെറിഞ്ഞിരിക്കട്ടെ. അവൻ മരിച്ചാൽ ഉത്തരവാദി ഡോക്ടർ അല്ല, പിന്നെ ആരാ? അവൻ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പാപത്തെ താലോലിക്കുന്നവർ ഓർത്തോണം, നിന്റെ എന്തിന്റെ മരണത്തിലേക്കാ. സ്തോത്രം. യോഹന്നാൻ എഴുതി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞ, അപേക്ഷിക്കുമ്പോ ശ്രദ്ധിക്കണോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനഃപൂർവമായ പാപത്തിൽ ആര് തുടരുന്നു? കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് പാപമാണ്, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ഇതിൽ നിന്ന് തിരിയണം. ഓ, ദൈവം എന്നെ ശിക്ഷിക്കത്തൊന്നുമില്ലെന്നേ.
ഇത് കുറെ കേട്ടതല്ലേ. ഇന്നാൾ ഒരാൾ പറഞ്ഞ പോലെ ദൈവം നിന്നെ തൊടുവെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യല്ലേ എനിക്ക് കിട്ടുന്നതാ പറഞ്ഞു. നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ദൈവം നിങ്ങളെ തൊട്ടു. ദൈവത്തിന്റെ കര എന്നെ തൊടുക്കാന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടുന്ന അവൻ അവാർഡ് പോലെ പറയുന്നത്. എടാ നിന്നെ ദൈവം തൊടുമെന്ന് പറഞ്ഞിട്ട് അവൻ പറയാം ഇത്രയും കാലത്ത് നിങ്ങൾ ആരായിച്ചിട്ട് നിങ്ങളെ തൊട്ടില്ല കേട്ടോ. പള്ളിയിലും പോവാത്ത എന്നെ ദൈവം എന്ന് പറയുന്ന മനുഷ്യനാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? തെറ്റിൽ തുടരുക, പൗലോസിന്റെ ഭാഷ പറഞ്ഞ തഴമ്പിക്കുക. നിന്റെ അവസാനമാകാറായി. പേടിപ്പിക്കുകയല്ല, മനം തിരിയാൻ വേണ്ടിയാ പറയുന്നത്. പറയുന്നതും ചെയ്യുന്നതും കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവത്തിന് ഹിതമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥിതിക്ക് മറുതലിച്ചാണെന്ന് ഉറപ്പുണ്ടായാൽ, മനസ്സിൽ തോന്നലുണ്ടായാൽ, തിരിഞ്ഞു മടങ്ങി വരാതെ അതിൽ തന്നെ തുടർന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു അതെത്തിക്കുന്നത് മരണത്തിലായിരിക്കും. സ്തോത്രം 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 സ്തോത്രം. അതിൽ യോഹന്നാൻ എടുത്തു പറയുന്ന ഒരു വാക്ക, പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ ദൂഷണം പറയരുത്. ഏറ്റവും വലിയ പാവം പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ ദൂഷണം. പരിശുദ്ധാത്മാവുള്ളവനെതിരെ സംസാരിക്കരുത്. യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ? സ്തോത്രം. വളരെ ഗൗരവമായിട്ട് എടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞത്. യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പുത്രനോട് ചെയ്യുന്നത് പോലും ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്നത് ക്ഷമിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ ദൂഷണം പറയരുത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സത്യത്തിന്റെ അറിവ് ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് ഇനിയും ഒരു പാപയാഗമില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം സ്തോത്രം. സത്യത്തെ അറിഞ്ഞതിന് ശേഷം മനഃപൂർവ്വം പാപത്തിൽ തുടരുന്നുണ്ടെങ്കിൽ നീ ചെവി തുറന്ന് കേട്ടോ, ഇനിയും ഒരു പാപയാഗമില്ല. അവൻ ഇനിയും വരുന്നത് തന്റെ മണവാട്ടിയെ ചേർക്കാനാ, തന്റെ സഭയെ ചേർക്കാനാ, അല്ല നിന്നെ മാനസാന്തരപ്പെടുത്താനല്ല. കൃപ കൃപ കൃപ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ദൈവാത്മാ അവനോട് പറയുന്നു, പാപത്തിൽ തഴപ്പിക്കരുത്, പാപത്തിൽ തഴപ്പിക്കരുത്, പാപത്തിൽ തഴപ്പിക്കരുത്. ദൈവഹിതമില്ലാത്ത സംസാരത്തിൽ തഴപ്പിക്കരുത്, ദൈവഹിതമില്ലാത്ത ചിന്തകളിൽ തഴപ്പിക്കരുത്, ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളിൽ തഴപ്പിക്കരുത്, ദൈവഹിതമില്ലാത്ത വിചാരങ്ങളിൽ തഴപ്പിക്കരുത്. അത് നമ്മളെ ഇന്ന് പകൽ ശുദ്ധീകരണം ഇതിന്റെ അകത്ത് നടക്കുന്നു. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ വിടുതൽ നടക്കുന്നു. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. സുധാബാല ഹന്തരാജന അർത്ഥഘടക ധീരാജകൾ ഖമനഘടക ഉടാജകൾ പ്രവർത്തന പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ
നിന്നെ മാനസാന്തരപ്പെടുത്തുന്ന ദൂത ഇത്. ശരി ഹൃദയത്തിനോട് എനിക്കറിയില്ല സത്യം അവർക്കൊരു അവർക്കൊരു ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത അപ്പുറം വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക പ്രിയപ്പെട്ടവരെ സത്യം തിരിച്ചറിഞ്ഞ് പാർട്ടി തുടർന്നാൽ ശാരീരിക തിരിച്ചറിയുക ഇന്ന് ഇനിയും
സഹോദരൻ